സെക്കൻഡ് മൂവി ട്രെയിലർ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ മാർക്കോ എന്ന് പറയുന്ന മിഖായിൽ നിന്ന് ഉത്ഭവിച്ച സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ മാർക്കോ എന്ന സിനിമയെ പറ്റി കുറെ അപ്ഡേറ്റ് നമ്മളുടെ ചാനലിലൂടെയും പലരും ഇത് ഷെയർ ചെയ്തതാണ്. മാർക്കോയുടെ പുതിയൊരു ഹനീഫ് അഡ്നി, രവി ബസൂർ, മുഹമ്മദ് ഷരീഫ് മുഹമ്മദ് അങ്ങനെ പറയുന്നവരാണ് ഉണ്ണി മുകുന്ദന്റെ പുതിയൊരു ട്രailer FC എന്ന് പറയുന്നതിൽ. ഇപ്പോ ഈ ഒരു സിനിമ ഡിസംബർ 20-നാണ് തിയേറ്ററിൽ എത്തുന്നത്. നമുക്ക് ഇതിന്റെ ട്രailer ഒന്ന് നോക്കിയിട്ട് വരാം. ഏറ്റവും അപകടകാരിയായ ശത്രു മനസ്സിൽ മരണഭയം തൊട്ട് തീണ്ടാത്തവനാണ്. അങ്ങനെയുള്ള ശത്രുവിന് ഒരു പേരോ ഒരു ഐഡന്റിറ്റിയോ ഒരു മുഖമോ ഇല്ല. അവൻ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ: പ്രതികാരം. നിങ്ങൾക്കറിയോ മാർക്കോ ആരാണ്? അപ്പോ മാർക്കോ എന്ന സിനിമ ഉണ്ണി മുകുന്ദൻ, ഷരീഫ് മുഹമ്മദ്, ഹനീഫ് അഡ്നി, രവി ബർസൂർ എന്ന് പറയുന്ന വ്യക്തികളും സമമായിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സിനിമക്ക് വലിയൊരു ബഡ്ജറ്റ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സിനിമ തന്നെയാണ്. അത് തിയേറ്ററിൽ ക്ലിക്കായാൽ മാത്രമാണ് പ്രേക്ഷകർ അംഗീകരിക്കാൻ സാധ്യതയുള്ളൂ എന്നതാണ്. ഡിസംബർ 20, അതായത് 2021 മാർക്കോ ഷെഡ്യൂൾഡ് ആയി ടു റിലീസ്ഡ് ഓഫ് 20 ഡിസംബർ കൺസിഡിങ് വിത്ത് ക്രിസ്മസ് വീക്കെൻഡ്. ഒരു ക്രിസ്മസ് വീക്കെൻഡിൽ ഇൻ മലയാളം അലോങ്സൈഡ് ഡബ് വേർഷൻ ഉണ്ടാവും ഓഫ് തമിഴ്, തെലുങ്കു, കന്നഡ ആൻഡ് ഹിന്ദി ലാംഗ്വേജ് ഉൾപ്പെടെ ഈ ഒരു സിനിമ കേരളത്തിലേക്ക് ഇത് റിലീസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇപ്പൊ തന്നെ ബുക്ക് മൈ ഷോ എല്ലാവരും ബുക്ക് ചെയ്ത് കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ മാർക്കോന്റെ ഒരു തരംഗം തന്നെയുണ്ട്. ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മാർക്കോ ഡിസംബറിൽ മാർക്കോ 2020 റിലീസ് ചെയ്യുമ്പോൾ 5 ഭാഷകളിലായി റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ ടീസറുകളും പാട്ടുകളും എന്നിവ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കൊച്ചി മാർക്കോ റിലീസിന് 14 ദിവസങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ഡിസംബർ 20-ന് ക്രിസ്മസ് റിലീസായി ലോകമെങ്ങാനും തിയേറ്ററുകളിൽ 5 ഭാഷകളിലായി ചിത്രം എത്തും. ടീസറും പോസ്റ്ററുകളുമായി പാട്ടുകളുമൊക്കെ ഇതിനകം പുറത്തിറങ്ങിയിരുന്ന പ്രൊമോഷൻ മെറ്റീരിയലുകളും സിനിമ ഹൈപ്പ് 10 മടങ്ങ് വർദ്ധിച്ചിരുന്നു. സിനിമയുടെ ഹൈപ്പ് ഏതൊരു സിനിമക്കും, ഇപ്പോ പുഷ്പ ഒരു സിനിമ ഇറങ്ങിയപ്പോ അതിന് ഹൈപ്പ് പ്രബലമായി പല ഇഷ്യൂസ് ഉണ്ടായി. ഹൈപ്പ് ഉണ്ടാവുന്നതാണ്, ഉണ്ടായിപ്പെടുന്നതാണ്. അത് നമുക്കാർക്കും സ്വമേധയെ സൃഷ്ടിക്കാൻ പറ്റില്ല. താനേ ഉണ്ടാകുന്ന കാര്യത്തെ കുറിച്ച് മഴ എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ വരുന്നത്, അതുപോലെ ഹൈപ്പും വന്നുപോയി. അതൊരു സിനിമയുടെ ടെക്നോളജി, സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രൊമോഷൻ ട്രിക്കാണെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. സിനിമ വിജയിക്കണമെങ്കിൽ പ്രേക്ഷകരെ ആസ്വാദനത്തെ വിലയിരുത്തണം. വിജയവും പരാജയവും തമ്മിലുള്ള അന്തർധാര മാറ്റണമെങ്കിൽ അവിടെ ഒരു നല്ല സ്റ്റോറി ലൈൻ കൊണ്ടുവരണം. നല്ലൊരു സ്റ്റോറിക്ക് എന്നും ജനങ്ങളെ മുന്നിൽ ഒരു കണ്ടന്റ്
കണ്ടന്റ് ഉള്ള സിനിമയായി മാറുമെന്നത് ഗ്രേറ്റ്ഫുൾ. അങ്ങനെ ഒരു സിനിമയാകാൻ ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന മാർക്കോക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈൻഡിങ് ഓഫ്.